നവംബർ 2-ന് UAEയുടെ 54-ാമത് പതാക ദിനം ആഘോഷിച്ചു. അവർ TV 24/7-ലേക്ക് ഏവർക്കും സ്വാഗതം. വാരാന്ത്യ വാർത്തകളുമായി ഞാൻ സുനിൽ CS. നവംബർ 3-ന് UAEയുടെ 54-ാമത് പതാക ദിനം ആഘോഷിച്ചു. 7 എമിറേറ്റുകളിൽ ഉടനീളമുള്ള പൗരന്മാരും താമസക്കാരും നവംബർ 3-ന് UAEയുടെ 54-ാമത് പതാക ദിനം ആഘോഷിച്ചു. വാർഷിക പരിപാടിയിൽ ദേശീയ അഭിമാനത്തിൻ്റെ ശക്തമായ പ്രകടനം നടന്നു. സർക്കാർ കെട്ടിടങ്ങൾ, ലാൻഡ്മാർക്കുകൾ, സമൂഹങ്ങൾ എന്നിവ ഒരുമിച്ച് പതാക ഉയർത്തി 54-ാമത് പതാക ദിനം ആഘോഷിച്ചു. പുതിയ രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ റിപ്പോർട്ട് UAEയിൽ നിന്നും പുറത്തു വന്നു. പുതിയ രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ റിപ്പോർട്ട് UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂറിൻ്റെ ആഗോള നിക്ഷേപ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന വിപുലമായ നിക്ഷേപങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തി. 100 കണക്കിന് ബില്യൺ വിലമതിക്കുന്ന ഈ പോർട്ട്ഫോളിയോ UAEയുടെ തന്ത്രപരമായ ആഗോള സാമ്പത്തിക കാൽപ്പാടുകളെ അടിവരയിടുന്നു. പരിസ്ഥിതി ചാമ്പ്യന്മാർക്കുള്ള പുതിയ 10 വർഷത്തെ ബ്ലൂ വിസ UAE പുറത്തിറക്കി. സുസ്ഥിരതാ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു വിപ്ലവകരമായ 10 വർഷത്തെ റെസിഡൻസി വിസയ്ക്ക് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. UAEയുടെ ഹരിത തന്ത്രപരമായ സംരംഭങ്ങളുമായി യോജിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ പ്രവർത്തനത്തിനും സമർപ്പിതരായ ആഗോള വിദഗ്ധരെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമാണ് ബ്ലൂ വിസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. UAEയുടെ നേതൃത്വത്തിൽ റഷ്യ-ഉക്രൈൻ തടവുകാരുടെ കൈമാറ്റം ഉറപ്പാക്കുന്നു. മറ്റൊരു വിജയകരമായ നയതന്ത്ര ഇടപെടലിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് റഷ്യയും ഉക്രൈനുമിടയിൽ പുതിയ തടവുകാരുടെ കൈമാറ്റത്തിന് UAE മധ്യസ്ഥത വഹിച്ചു. തടവുകാരെ തിരികെ കൊണ്ടുവന്ന പ്രവർത്തനം അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ വിശ്വസനീയമായ നിഷ്പക്ഷ മധ്യസ്ഥനെന്ന നിലയിൽ അബുദാബിയുടെ പങ്കിനെ ശക്തിപ്പെടുത്തുന്നു. അബുദാബി അഡ്വാൻസ് ക്യാൻസർ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ ഏറ്റവും നൂതനമായ റേഡിയോ തെറാപ്പി സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സമഗ്രമായ ഓങ്കോളജി സെൻറ്റർ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി തുറന്നു. രാജ്യത്തിനുള്ളിൽ ലോകോത്തര ക്യാൻസർ പരിചരണം കൊണ്ടുവരുന്നതിലും രോഗികൾക്ക് വിദേശത്തേക്ക് മെഡിക്കൽ യാത്ര കുറയ്ക്കുന്നതിലും ഈ സൗകര്യം ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ദുബായിയുടെ പുതിയ സർക്കിൾ എന്ന പേരിൽ പുതിയ പദ്ധതി അനാച്ഛാദനം ചെയ്തു. ക്ഷേമം, സുസ്ഥിരത, 15 മിനിറ്റ് നഗരം എന്ന ആശയം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 30,000-ലധികം താമസക്കാരെ പാർപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ആസൂത്രിത കമ്മ്യൂണിറ്റിയായ ദി സർക്കിൾ ദുബായ് അനാച്ഛാദനം ചെയ്തു. ഇവിടെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും ഒരു ചെറിയ നടത്തത്തിനോ സൈക്കിളിലോ ഉള്ളിൽ മാത്രമായിരിക്കും. ഏകീകൃത GCC ടൂറിസ്റ്റ് വിസയ്ക്കുള്ള ശ്രമം തീവ്രമാകുന്നു. 6 ഗൾഫ് സഹകരണ കൗൺസിൽ ഏകീകൃത ടൂറിസ്റ്റ് വിസ അവതരിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ശ്രമത്തിന് UAE നേതൃത്വം നൽകുന്നു. അംഗരാജ്യങ്ങളിൽ ഉടനീളം സുഗമമായ യാത്ര അനുവദിച്ചുകൊണ്ട് പ്രാദേശിക ടൂറിസം വർദ്ധിപ്പിക്കുക എന്നതാണ് നിർദ്ദിഷ്ട GCC ഗ്രാൻഡ് ടൂർസ് വിസ ലക്ഷ്യമിടുന്നത്. വാരാന്ത്യ പതിപ്പുകൾ തുടരും. നന്ദി, നമസ്കാരം.